നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് ഇവിടുത്തെ സിറ്റിയിലെ ക്രിസ്മസ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. ക്രിസ്മസ് ആയിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ ഇന്നൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് അത്രയ്ക്ക് ഫേവറബിൾ അല്ല കേട്ടോ, ആകെ ക്ലൗഡി ആയിട്ട് കിടക്കുകയാണ്. കൂടാതെ കാറ്റും നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട്. ഇപ്പം മിക്ക ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് മാറാൻ നോക്കി നിന്നാൽ ക്രിസ്മസ് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ദേ സിറ്റിയിലെത്തി. എല്ലായിടത്തും നല്ല രീതിയിൽ ലൈറ്റിങ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ് GPO ആണ്, അതായത് ജനറൽ പോസ്റ്റ് ഓഫീസ് ആണ്. ഇവിടെ വിൻ്റർ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് രാത്രിയിലേ ഉണ്ടാവത്തുള്ളൂ. ഡിസംബർ മാസത്തിലാണ് വിൻ്റർ ലൈറ്റ്സ് സെറ്റ് ചെയ്യുന്നത്. ഡബ്ലിനിലെ പല ഐക്കോണിക് ബിൽഡിങ്ങുകളിൽ, ബ്രിഡ്ജസിൽ, അങ്ങനെ പലയിടത്ത് പല രീതിയിലുള്ള ലൈറ്റ്സും പ്രൊജക്ഷൻസും ഒക്കെ വെച്ച് എന്താ പറയുക, ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും അത് കാണാൻ. എന്തായാലും ഈ GPO ബിൽഡിങ്ങിലുള്ള വിൻ്റർ ലൈറ്റ്സ് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാമേ. ഇപ്പം ഉച്ച സമയമൊക്കെ ആയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ അത് തെളിയിക്കത്തുള്ളൂ. ഇത് GPO ബിൽഡിങ്ങിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ കയറി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല തിരക്കുണ്ട് സിറ്റിയിൽ. കാറ്റായാലും മഴയായാലും അതൊന്നും വകവയ്ക്കാതെ എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ വൈബിലാണ്. ഈ ഒരു ക്രിസ്മസ് സമയത്ത് ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ സ്റ്റോൾസ് ഇടാറുണ്ട്. അതിൽ ക്രിസ്മസ് ജമ്പേഴ്സ്, ഹാറ്റ്സ്, പിന്നെ ടോയ്സ് ഉണ്ട്, പെർഫ്യൂംസ്, അങ്ങനെ പല പല ഐറ്റംസ് ഉള്ള സ്റ്റോൾസ് ആണ് ഇതൊക്കെ. നല്ല രീതിയിൽ തിരക്കുണ്ട്. ഈ തിരക്കിനിടയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും ഈ ഒരു ക്രിസ്മസ് വൈബൊക്കെ കാണുമ്പോൾ അതൊക്കെ അങ്ങ് എടുത്തു പോകും. ഞങ്ങൾ സിറ്റിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ വീണ്ടും ചാറാൻ തുടങ്ങി. വലിയ മഴയൊന്നും അല്ലായിരുന്നു, എന്നാലും ഹൂഡഡ് ജാക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്നത് അർണോട്ട്സിൻ്റെ ബിൽഡിംഗ് ആണ്. അർണോട്ട്സ് എന്ന് പറയുന്നത് ക്ലോത്തിങ്, ബ്യൂട്ടി, ഹോം വെയർസ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. ഈ സ്റ്റോറിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ടും കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറിൽ എല്ലാ വർഷവും കുറേ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ. അതായത് എല്ലാ വർഷവും ഒരേപോലത്തെ ആയിരിക്കില്ല. സ്റ്റോറിൻ്റെ അകത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സാന്റാസ് ഗ്രോട്ടോയും ഉണ്ട്. സാന്റയെ കാണാൻ പറ്റും, പക്ഷേ അതിന് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ജെർവീസ് ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോയി. അവിടെ പിന്നെ എല്ലാ വർഷത്തെയും കൂട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വ്യത്യാസമൊന്നും കണ്ടില്ല. ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ വർഷങ്ങളിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വർഷമെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എല്ലാം പഴയതുപോലെ തന്നെ. ഇവിടെയും സാന്റാസ് ഗ്രോട്ടോ ഉണ്ട് കേട്ടോ.
ഇവിടെയൊക്കെ കണ്ട് നടന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അതെ ഈ ഒരു ഷോപ്പ്, അതിൽ ഗണപതിയുടെ ഒരു വിഗ്രഹം കണ്ടു. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ദേ ഇവിടെ ബിയർ ബാൻഡ്, ഇതിനൊരു മാറ്റമുണ്ട് കേട്ടോ. നേരത്തെ വർഷങ്ങളിൽ വേറെ ടൈപ്പ് ബിയേഴ്സ് ആയിരുന്നു, ഈ വർഷം ദേ ഇങ്ങനത്തേതാണ്. അത് കഴിഞ്ഞ് പിന്നെ പോയത് ഐലാക്ക് മോളിലേക്കാണ്. അവിടെയും പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല, നേരത്തെ വർഷങ്ങളിലെ പോലൊക്കെ തന്നെയാണ്, എല്ലാം ഏകദേശം സെയിം തന്നെ. അതിനുശേഷം ദേ ഇസ്താൻബുളിൽ വന്നിട്ട് നല്ല ചൂട് ഹൈദരാബാദി ദം ബിരിയാണിയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ പോകുന്നു കുതിരവണ്ടിയിലെ സാന്റ. പക്ഷേ അത് വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ദേ ഇത് GPO ബിൽഡിംഗ് ആണ് കേട്ടോ. രാത്രിയിലെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. ഈ ബിൽഡിങ്ങിൽ വിൻ്റർ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അടുത്ത് നിന്ന് അത്രയ്ക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. അത് കാണിച്ചു തരാം. ഇത് മില്ലേനിയം സ്ക്വയർ ആണ്, അവിടെയും ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മില്ലേനിയം സ്ക്വയറിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഈ കാണുന്നത് ഒരു പോർട്ടലാണ്. ഇതും മില്ലേനിയം സ്ക്വയറിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒരു രാജ്യത്തെ ആളുകളെ ലൈവ് വീഡിയോ വഴി കാണിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇതിൽ എഴുതി കാണിച്ചത് ഗ്രീറ്റിംഗ്സ് ഫ്രം വിൽനിയസ് എന്നാണ്. അവിടെയുള്ള ആൾക്കാരെയാണ് ആ കാണുന്നത്. ആ സ്ഥലത്ത് വെച്ചിട്ടുള്ള പോർട്ടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ അതിൽ കാണിക്കുന്നത്. അതുപോലെ അവർക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. എന്തൊക്കെയാണല്ലേ ടെക്നോളജിയുടെ വളർച്ച. ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട് വെച്ചതൊന്നും അല്ല കേട്ടോ. ഇത് നേരത്തെ തൊട്ടേ ഇവിടെയുണ്ട് ഈ പോർട്ടൽ. ഇതാണ് GPO ബിൽഡിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ള വിൻഡോ ലൈറ്റ്സ്. കുറേ അനിമേഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. നടുക്കൂടി റോഡാണ്. റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്താലേ ആ ഫുൾ വ്യൂ കാണാൻ പറ്റൂ.
അങ്ങനെ സിറ്റിയിലെ ക്രിസ്മസ് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് സ്മിത്ത് ഫീൽഡിലുള്ള ക്രിസ്മസ് മാർക്കറ്റ് കാണാനാണ്. ഇതും സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. ഇവിടെ കുറേ റൈഡ്സും ഷോപ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഐസ് സ്കേറ്റിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ സൂര്യചേട്ടനും അപ്പവും മിന്നും കയറിയായിരുന്നു. ഞാൻ കയറിയില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കുടയും ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതേ വീണ്ടും ഒരു സാന്റയെ കണ്ടു. കുതിരവണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സാന്റ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോ കൂടി അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി കാഴ്ചയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.